പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ സ്വർഗീയ നല്ല കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ജൂൺ മാസത്തിൻ്റെ അവസാന ഞായറാഴ്ചയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. സംഭവ ബഹുലമായിട്ടുള്ള ഈ ലോക ജീവിത യാത്രയിൽ രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിൽ ഒരു മാസം കൂടി ഞങ്ങളെ കാത്തു സൂക്ഷിച്ച ഞങ്ങളുടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഭവനങ്ങളിൽ നിന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ആരാധനയിലൂടെ ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാനും ആശ്വാസം പ്രാപിക്കുവാനും ദൈവവചന കേൾവിയിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഏക ചിന്തയോടുകൂടി അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. യേശു രക്ഷകന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. ഞാൻ കീർത്തനങ്ങൾ 34 കീർത്തനം പാടി ആരാധന തുടരാം. കീർത്തനം 34. നിന്നെ പോലാ സ്തുതിക്കും. സ്തുതിച്ചോൾക സ്തുതിച്ചോൾക നിത്യരാജ സ്തുതിച്ചോൾക. സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക നിത്യരാജ സ്തുതി. കൃപകൾക്കായി സ്തുതിക്കാം. ഇന്നും ആശീർവാദിക്കുന്ന യഥാവാനെ സ്തുതിക്കാം. സ്തുതിച്ചോൾക സ്തുതിച്ചോൾക വിശ്വസ്തത പൂർണ്ണനായി. സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക വിശ്വസ്തത പൂർണ്ണനായി. തന്മുഖം കാണും ദൂതരെ സ്തുതിച്ചേവാൻ തുണയ്ക്കാം. സൂര്യചന്ദ്രാദി സൃഷ്ടിയെ കുമ്പിടിനവൻ മുൻപിൽ. സ്തുതിച്ചോൾക സ്തുതിച്ചോൾക കൃപാലുവേ സ്തുതിക്കാം. സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക കൃപാലുവേ സ്തുതിക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തിൻ്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിൻ്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവ്വത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിൻ്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 95-ാം സങ്കീർത്തനം ആദ്യത്തെ 7 വാക്യങ്ങൾ പ്രതിവാക്യമായി ചൊല്ലാം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധി ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയും അവൻ്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യങ്ങളിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഒന്നാം പാഠം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയുടെ കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതേ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, എലീശയെ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ അവർ എരീഹോവിലേക്ക് പോയി. എരീഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതേ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. അവരിരുവരും യോർദാൻ അരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തൻ്റെ പുതപ്പ് എടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടെ അക്കരയ്ക്ക് കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരയണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിവേശങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളികളുമെന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തൻ്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവർ ഏലിയാവിന്മേൽ വീണ പുതപ്പ് എടുത്ത് മടങ്ങിച്ചെന്ന് യോർദാനരികെ നിന്നു. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എലീശ ഇക്കരയ്ക്ക് കടന്നു. എരീഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട്, ഏലിയാവിൻ്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് ചെന്ന് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. ഇങ്ങനെ 1-ാം പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. 2-ാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. തീത്തോസ് 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവുമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സൗഷ്ണതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണമെന്നും, വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യരും ഏഷണി പറയാത്തവരും വീഞ്ഞിനെ അടിമപ്പെടാത്തവരുമായിരിക്കണം എന്നും, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയരും പുത്രാപ്രിയരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കാം. ഔവണം യൗവനക്കാരും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കാം. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവൻ ആയിരിക്കാം. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലാവിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായിരിക്കാൻ കൽപ്പിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചാമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി, സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ഇവിടെ 2-ാം പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ശ്രദ്ധിപ്പിൻ.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശാലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ട് ഇരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനം ഏറ്റു. അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു വാദം ഉണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികൾ ആകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ക്രിസ്തുവിൻ്റെ സുവിശേഷം. നമുക്ക് പ്രാർത്ഥിക്കാം.
ആരാധനയ്ക്ക് യോഗ്യനായ സ്വർഗീയ നല്ല പിതാവേ, ഈ മാസത്തിൻ്റെ ജൂൺ മാസത്തിൻ്റെ അവസാന വിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആരാധനയിൽ അങ്ങയുടെ സാന്നിധ്യം അവിടുന്ന് നൽകുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, തിരുവചനം കേൾക്കുവാൻ ഞങ്ങളോട് ശക്തീകരിക്കണമേ. വേദനയും ഭാരവും നിറഞ്ഞ ഈ ലോക ജീവിതയാത്രയിൽ ആശ്വാസം പകരുന്ന ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഭവനങ്ങളിലായിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ വ്യക്തികളെല്ലാം ഓർക്കുന്നു. ആരാധനയെ പങ്കുകൊണ്ടുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. മാനുഷികമായ ശബ്ദമല്ല, അങ്ങയുടെ സ്വർഗീയ വചനം കേൾക്കുവാൻ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ അവിടുന്ന് സഹായിക്കണം. യേശു രക്ഷയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ജൂൺ മാസത്തിൻ്റെ 4-ാം ഞായറാഴ്ച വിശുദ്ധ ദിവസം നമുക്കൊരുമിച്ചിരുന്ന ഭവനങ്ങളിൽ ആരാധിക്കുവാൻ ദൈവം അവസരം തന്നോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ ഒരു കുറുക്കൻ വിശന്ന് വലഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞ് നടക്കുകയാൽ അപ്പോഴാണ് ഈ കുറുക്കൻ ഒരു മരത്തിൽ ഉള്ള ഒരു പൊത്ത് കുറുക്കൻ ശ്രദ്ധിച്ചത്. അതിൽ ആ പൊത്തിൽ എന്തെങ്കിലും കാണും എന്ന് കരുതി ഈ കുറുക്കൻ ഭക്ഷണം കഴിക്കുവാനായി ആ പൊത്തിലേക്ക് ചെന്നു, മരത്തിനടുത്തേക്ക് ചെന്നു. കുറുക്കനെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ആ പൊത്തിൽ ആരോ ഭക്ഷണം, നല്ല ഭക്ഷണം അവിടെ കരുതിയിരുന്നു, സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. നോക്കിയപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവിടെ കിട്ടി. അത് ഭക്ഷിച്ചുകൊണ്ട് ആ മരത്തിൻ്റെ പൊത്തിനുള്ളിൽ കുറുക്കൻ ഇരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് തിരികെ പുറത്തേക്ക് ഇറങ്ങാനായി കുറുക്കൻ ശ്രമിക്കുമ്പോൾ തൻ്റെ മുഖം, കഴുത്ത് മാത്രമേ പൊത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുള്ളൂ. തൻ്റെ ശരീരം ഈ പൊത്തിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ട് വരുവാൻ, പുറത്തേക്ക് ഇറങ്ങി വരുവാനായിട്ട് സാധിക്കാതെ അവിടെ കഷ്ടപ്പെടുക. അങ്ങനെ ആ പൊത്തിനുള്ളിൽ കിടന്ന് ഈ കുറുക്കൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചുപോയി എന്ന് കഥ പറയുന്നു. അകത്തേക്ക് പോകുന്നത് പോലെ, നമ്മെ ആകർഷിക്കുന്നത് പോലെ തന്നെ പ്രസക്തമാണ് നമ്മുടെ പുറത്തേക്കുള്ള വഴിയും എന്ന് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുക. മുൻ വാതിലുകളിൽ കാണുന്നതായിട്ടുള്ള ആകർഷകമായിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് പുറത്തേക്ക് വരുവാൻ സാധിക്കാത്ത തരത്തിൽ നമ്മെ അകപ്പെടുത്തുന്നു എന്നുള്ള ഒരു ശാശ്വതമായിട്ടുള്ള സത്യവും ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ചില ശീലങ്ങളായിരിക്കാം, ചില ബന്ധങ്ങളായിരിക്കാം, നമ്മുടെ ജീവിതത്തിലെ വഴിവിട്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങളായിരിക്കാം പുറത്തേക്ക് വരുവാൻ സാധിക്കാതെ നാം അകപ്പെട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് ചില ആകർഷകമായിട്ടുള്ള ഈ ലോക ജീവിതത്തിലെ കാര്യങ്ങളുടെ പിറകെ പോകാതെ ദൈവവചനവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആകർഷകമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായി നമുക്ക് സാധിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരായുസ് പണയം വെച്ചതുപോലെയുള്ള ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാതെ, അത് അവിവേകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തിലെ ആകർഷകമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായി നമ്മെ സമർപ്പിക്കാം. ഇന്നത്തെ ചിന്തയുടെ അടിസ്ഥാന ഭാഗം ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം, അതിൻ്റെ 1-ാം അധ്യായത്തിലെ ഏതാനും ചില വാക്യങ്ങളാണ്. ദിനവൃത്താന്തങ്ങൾ, അതിൻ്റെ 2 ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം, അതിൻ്റെ ആദ്യത്തെ അധ്യായം 1-ാം അധ്യായം, അതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ. ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ. യഥാർത്ഥമായിട്ടുള്ള ഒരു ശിഷ്യത്വം അത് എങ്ങനെയുള്ളതാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച് തരുന്ന ഒരു ഭാഗമാണ് ഇത്. ദാവീദ് രാജാവും ദാവീദ് വളർന്നു വന്ന സാഹചര്യവും ശലോമോൻ വളർന്നു വന്നതായിട്ടുള്ള സാഹചര്യങ്ങളും വളരെ വ്യത്യസ്തമാണ് എന്ന് വേദപുസ്തക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ദാവീദ് ഒരു ഇടയ ബാലനായി ജീവിതത്തിൻ്റെ സംഘർഷത്തിലൂടെ വളർന്നു വന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇസ്രയേലിൻ്റെ രാജസ്ഥാനത്ത് എത്തിയ ചരിത്രമാണ് ദാവീദിന് ഉള്ളത് എന്ന് നമുക്ക് അറിയാം. ദാവീദിൻ്റേത് ഇങ്ങനെയുള്ള ജീവിതമാണ് എങ്കിൽ ശലോമോൻ്റെ ജീവിതം, ശലോമോൻ വളർന്നു വന്നത് സുഖ സമൃദ്ധിയുടെ കൊട്ടാര സാഹചര്യത്തിലാണ് എന്ന് നമുക്ക് അറിയാം. ദാവീദും ശലോമോനും സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്കിലും ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ പുൽപ്പുറങ്ങളിൽ മേഞ്ഞ് നടക്കുന്നതായിട്ടുള്ള ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ
അത് അനുഭവ സമ്പത്ത് കൊണ്ട് ഏറെ സമ്പന്നമായിട്ടുള്ള സങ്കീർത്തനങ്ങൾ ആണ്. അതുകൊണ്ട് ജ്ഞാനിയായ ശലോമോൻ ജീവിതത്തിൽ പറയുന്നതായിട്ടുള്ള കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്. മായ, സകലവും മായ എന്ന് പറയുന്നതായിട്ടുള്ള വാക്കുകൾ ഉണ്ട്. ജീവിത വിജയം ജീവിതം നൽകിയതായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വ്യാഖ്യാനിക്കേണ്ടതാണ് എന്ന് ലോകത്തിൽ തൻ്റെ ജ്ഞാനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചതായിട്ടുള്ള വ്യക്തിയാണ് ശലോമോൻ. ജീവിത വിജയം എന്ന് പറയുന്നത് ജീവിതം നൽകിയതായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഈ വേദഭാഗത്ത് ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള ആദ്യത്തെ 10 വാക്യങ്ങൾ ഈ വേദഭാഗത്ത് ശരിയായ ജ്ഞാനത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ശരിയായ ക്രിസ്തു ശിഷ്യനായിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ വചനത്തിലൂടെ നമുക്കും പഠിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ നിനക്ക് എന്ത് തരേണം ചോദിച്ചു കൊള്ളുക എന്ന് പറയും. ഞാൻ നിനക്ക് എന്ത് തരേണം ചോദിച്ചു കൊള്ളുക എന്നോ ദൈവം ശലോമോന് പ്രത്യക്ഷനായി അരുളി ചെയ്യുന്നത് നാം കാണുന്നു. ഒരു ചോദ്യത്തിന് നൽകുന്നതായിട്ടുള്ള മറുപടിയിലൂടെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ അളക്കാനായിട്ട് സാധിക്കും എന്നുള്ളൂ. ആ അടിസ്ഥാന മനഃശാസ്ത്രത്തിൽ നിന്നാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ജോലിക്ക് ആളിനെ തിരഞ്ഞെടുക്കുമ്പോൾ നടക്കുന്നതായിട്ടുള്ള ഇൻ്റർവ്യൂ എന്ന തിരഞ്ഞെടുപ്പ് രീതി തന്നെ വന്നത് എന്ന് നമുക്ക് അറിയാം. സാധാരണയായി ഒരു ആളിനെ ജോലിക്ക് എടുക്കുമ്പോഴാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് എങ്കിൽ, എന്നാൽ ശലോമോൻ്റെ കാര്യത്തിൽ രാജസ്ഥാനത്തേക്ക് ദൈവം ദാവീദിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തതിന് ശേഷമാണ് സുപ്രധാനമായിട്ടുള്ള ഈ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ നിനക്ക് എന്ത് തരേണം ചോദിച്ചു കൊള്ളുക. എന്തും തരുവാൻ കഴിവുള്ള ദൈവമാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നത് ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഒരു നായക സ്ഥാനത്തേക്ക് വരുന്ന ആൾ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ എക്കാലത്തെയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു മാതൃകയാണ് ശലോമോൻ്റെ മറുപടിയിലൂടെ നാം കാണുന്നത്. ഒരു നായക സ്ഥാനത്തേക്ക് വരുന്നതായിട്ടുള്ള ഒരു ആൾ ചോദിക്കേണ്ടതായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ഈ എക്കാലത്തെയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇവിടെ ശലോമോൻ. ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണം. ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരയണമേ. ഇന്ന് സമൂഹം നേരിടുന്നത് തന്നെ ഉള്ള ഒരു വെല്ലുവിളിയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ തരത്തിലുള്ള ബോധമുള്ളവർ നേതാക്കന്മാരായി വരിക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. ശലോമോൻ്റെ ശരിയായ ജ്ഞാനത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ആണ് വാസ്തവത്തിൽ ശലോമോൻ്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലത്തിൽ അതിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കോടതിയിൽ വിചാരണ നേരിടുന്നതായിട്ടുള്ള സമയത്ത് കോടതിയിൽ ജവഹർലാൽ നെഹ്റു നടത്തിയതായിട്ടുള്ള ഒരു പ്രഖ്യാപനം രാജ്യസ്നേഹത്തിൻ്റെ വളരെ വലിയ ഒരു അടയാളമായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം കോടതിയിൽ വിചാരണ നേരിടുന്നതായിട്ടുള്ള സമയത്ത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ജയിലുകൾ ഞങ്ങൾക്ക് സ്വർഗമാണ്, ഞങ്ങളുടെ പ്രിയ നേതാവിനെ തടങ്കലിലാക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ ഞങ്ങൾക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഭാഗ്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് അദ്ദേഹം നടത്തിയതായിട്ടുള്ള പ്രഖ്യാപനം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഭാരതത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി സേവനം ചെയ്യുമ്പോൾ 33-ാമത്തെ വയസ്സിൽ നെഹ്റു ചെയ്തതായിട്ടുള്ള ഈ പ്രഖ്യാപനം പിന്നീട് മോത്തിലാൽ നെഹ്റുവിൻ്റെ പിതാവ് ഇങ്ങനെ പറയുകയുണ്ടായി, ഈ ലോകത്തിലെ ഏറ്റവും ധന്യനായ പിതാവ് ഞാനാണെന്ന് എനിക്ക് തോന്നി എന്ന് ഈ പ്രഖ്യാപനം കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഉന്നതമായിട്ടുള്ള ദർശനവും ഉന്നതമായിട്ടുള്ള സാമൂഹ്യ ബോധവുമുള്ളവർ നേതൃത്വത്തിലേക്ക് വരിക എന്ന് പറയുന്നത് സഭയ്ക്കായാലും സമൂഹത്തിനായാലും അത് മുതൽക്കൂട്ടാണ്. ഇവിടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ സാധാരണ നമ്മളെല്ലാം പറയുന്നത് പോലെ ചിന്തിക്കുന്നത് പോലെ സ്വന്തം കാര്യം മാത്രം നോക്കുവാനായിട്ടുള്ള ഒരു താല്പര്യത്തിലൂടെ നേതൃത്വത്തിലേക്ക് വരുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ ദിവസം ദൈവം നമ്മളോട് ചോദിക്കുന്ന നിയോഗങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ജീവിതത്തിൽ നമ്മളെ നിയോഗിച്ചിരിക്കുന്ന നിയോഗങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. ആ നിയോഗം മനസ്സിലാക്കിയ അതിൻ്റെ വെല്ലുവിളി മനസ്സിലാക്കിയതായിട്ടുള്ള ശലോമോൻ ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായിട്ടുള്ള ജനത്തിന്
നീ എന്നെ രാജാവാക്കിയില്ല. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായിട്ടുള്ള ഈ ജനത്തിന് നീ എന്നെ രാജാവാക്കി. തന്നെ രാജാവാക്കി നിയോഗിച്ചത് ദൈവമാണ് എന്ന തിരിച്ചറിവ് ശലോമോന് ഉണ്ടായിരുന്നു. ശലോമോനെ ജ്ഞാനികളിൽ ജ്ഞാനിയാക്കി തീർത്തതും ഈ വിവേകവും ഈ തിരിച്ചറിവുമാണ്. ഇന്ന് പലരും പല സ്ഥാനങ്ങളിൽ കയറിപ്പറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ ശലോമോൻ പറയുന്നു, ഈ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയല്ലോ. എന്നെ രാജാവാക്കിയത് എൻ്റെ ദൈവമാണ്. ഈ നിയോഗം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ശലോമോൻ ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. നിയോഗം ശക്തി പ്രകടിപ്പിക്കുവാനാണ് എന്ന് ചിന്തിച്ച് സമൂഹത്തിന് അപകടം വരുത്തി വെക്കുന്നതിനേക്കാൾ ശലോമോൻ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് ജനത്തിന് ന്യായപാലനം ചെയ്യുക എന്നുള്ള, ജനത്തിന് ന്യായപാലനം ചെയ്യാനായിട്ടുള്ള വലിയ ഒരു ഉത്തരവാദിത്വം തൻ്റെ മേൽ ഉണ്ടെങ്കിൽ ആ ന്യായപാലനം ഉയരത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ് ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുകൾ പോലെയും കവിഞ്ഞൊഴുകുന്നതായിട്ടുള്ള ഒരു അവസ്ഥ തൻ്റെ ജീവിതകാലത്തുണ്ടാകണം, തൻ്റെ പ്രവർത്തന കാലത്തുണ്ടാകണം എന്ന് ശലോമോൻ ആഗ്രഹിക്കും. അതുകൊണ്ട് ശിഷ്യത്വം എന്ന് പറയുന്നു അതിൻ്റെ വെല്ലുവിളി നേരിടുമ്പോൾ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ നിയോഗങ്ങൾ നമ്മുടെ കുടുംബത്തിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും നമ്മെ ആക്കിയിരിക്കുന്ന നിയോഗങ്ങൾ അത് ദൈവഹിതം നിറവേറ്റാനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർത്താം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സംഗതികൾ ചേർന്ന് ചൊല്ലാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചിരുന്നവനെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യാജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഞാൻ ആ കീർത്തനങ്ങളിൽ 397 കീർത്തനം പാടി പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ശോകസാഗരെ നീ മുങ്ങുമ്പോൾ, ആകുലപത്രവാനായി നീ തീരുമ്പോൾ, കർത്തൻ വർഷിപ്പിക്കും അനുഗ്രഹങ്ങൾ എത്രയെന്നു ചിന്തിച്ചേറ്റം മോഹിക്കാം. എത്ര മോദമുണ്ടിന്നേരത്തിൽ ദൈവത്തിൻ കരുണയോർക്കുമ്പോൾ ഉല്ലസിക്കാം. ഭാരവാഹിയേ, ഈശ്വരേറ്റം കരുതുന്നു നീനക്കായി. പ്രാപഞ്ചിക ചിന്തയാൽ വലയുന്നു, ക്രൂശുവഹിപ്പാനേറ്റം പ്രയാസമോ. സന്ദേഹം വേണ്ട, നീ കാണും ആശ്വാസം. ഇന്നേരം രക്ഷകൻ പാദം ചേർന്നിടും. എത്ര മോദമുണ്ടിന്നേരത്തിൽ ദൈവത്തിൻ കരുണയോർക്കുമ്പോൾ ഉല്ലസിക്കാം. ഭാരവാഹിയേ, ഈശ്വരേറ്റം കരുതുന്നു നീനക്കായി. കല്ലോല തുല്യമാമല്ലൽ വന്നീടിൽ, തെല്ലും ഭീതി വേണ്ടല്ലോ മനതാരിൽ. കർത്തൻ നൽകും ആശിസ്സുകളോ ദേവം, സ്വർഗം ചേരും നേരം വരെ മോദിക്കാം. എത്ര മോദമുണ്ടിന്നേരത്തിൽ ദൈവത്തിൻ കരുണയോർക്കുമ്പോൾ ഉല്ലസിക്കാം. ഭാരവാഹിയേ, ഈശ്വരേറ്റം കരുതുന്നു
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളോട് കൂടെയും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. പെന്തക്കോസ്തിന് പിമ്പ് 4-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഹൃദയവിലാപം ശ്രദ്ധിക്കുന്ന നീതിയുടെയും ജീവൻ്റെയും ദൈവമേ, അധാർമികതയെ പരിത്യജിക്കുവാൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും നീതിപൂർവവും ദൈവികവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അവനോ വളരണം, ഞാനോ കുറയണമെന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് മഹത്വത്തിൽ വെളിപ്പെടുന്ന കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുവാൻ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകാദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആമേൻ. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്കിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിപ്പാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം നിന്റെ അടിയാരായി ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കൃപയ്ക്കായുള്ള അപേക്ഷ. സകല നന്മകളുടെയും കാരണവാനും ദാതാവുമായി സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തിയെ ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ട് ഞങ്ങളെ ഭോഷിപ്പിച്ച് ഇവയിൽ തന്നെ നിന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പട്ടക്കാർക്കും ജനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശുശ്രൂഷകന്മാരെ നീതി ധരിപ്പിക്കണമേ. നീ തിരഞ്ഞെടുത്ത ജനങ്ങളെ സന്തോഷിപ്പിക്കണമേ. സർവശക്തന് നിത്യനുമായ ദൈവമേ, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ നിങ്ങളിൽ നിന്നല്ലോ വരുന്നത്. ഞങ്ങളുടെ എപ്പിസ്കോപ്പമാർ, പട്ടക്കാർ, സഭാപ്രവർത്തകർ എന്നിവരുടെ മേലും അവരുടെ വിചാരണയിലുള്ള ജനങ്ങളുടെ മേലും നിന്റെ കൃപയുടെ സുഖകരമായ ആത്മാവിനെ അയക്കണമേ. അവർ നിന്നെ സത്യമായി പ്രസാദിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ നിന്റെ അനുഗ്രഹമാകുന്ന നിരന്തരമായി മഞ്ഞു പൊഴിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കാര്യസ്ഥനും മധ്യസ്ഥനുമായ യേശു മിശിഹായുടെ ബഹുമാനത്തിനായിട്ട് ഇതിനെ നൽകണമേ. ആമേൻ. സൺഡേ സ്കൂളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. പൈതങ്ങളെ പരിപാലിച്ച് വളർത്തുവാൻ നിന്റെ വിശുദ്ധ സഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ ദൈവമേ, എല്ലാ സൺഡേ സ്കൂളുകൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അതിൽ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും നിന്റെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ. നിന്റെ സത്യത്തെക്കുറിച്ചുള്ള അറിവിൽ അവർ ഉല്ലസിച്ച് നിന്നെ ആരാധിപ്പാനും തങ്ങളുടെ ആയുഷ്കാലമെല്ലാം നിനക്ക് സേവനം ചെയ്യുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ ചെയ്യണമേ. ആമേൻ. വിദ്യാലയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയാചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ എന്ന് നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രൻ അരുളി ചെയ്തുവല്ലോ. എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുഗ്രഹിച്ച് അവരുടെ പ്രയത്നങ്ങളെ സഫലമാക്കണമേ. കുട്ടികളുടെ മനസ്സുകൾ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കപ്പെടുന്തോറും പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയങ്ങൾ ദിനം പ്രതി നിന്നോടും നിന്റെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനോടുമുള്ള സ്നേഹത്താൽ നിറയപ്പെടുവാനും കൃപ അരുളണമേ. ആമേൻ. ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ രാജാവായി എന്നേക്കും വാഴുന്നു. യഹോവ തന്റെ ജനങ്ങൾക്ക് സമാധാനമാകുന്ന അനുഗ്രഹം നൽകും. സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവയാകുന്ന സർവശക്തനായ ദൈവമേ, നിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഭൂമി മുഴുവൻ നിറയുവോളം ശാന്തതയിൽ നിന്റെ രാജ്യം പുരോഗമിക്കത്തക്കവണ്ണം സകല മനുഷ്യരിലും സമാധാനത്തിനായുള്ള യഥാർത്ഥ വാഞ്ച ഉളവാക്കണമേ. എല്ലാ രാജ്യങ്ങളിൽ നേതൃത്വം വഹിക്കുന്ന ഹൃദയങ്ങളെ വിശുദ്ധവും സമാധാനപരവുമായ ജ്ഞാനം കൊണ്ട് നടത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സഭയുടെ ഭരണസമിതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയവും ആകുന്നു. സൗമ്യതയുള്ളവരെ നീതിയിൽ നടത്തുകയും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ എല്ലാ സംശയങ്ങളും നിശ്ചയമില്ലായ്മയിലും ഞങ്ങൾ എന്ത് ചെയ്യുവാൻ നിനക്കിഷ്ടമായിരിക്കുന്നുവെന്ന് ചോദിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരയണമേ. എല്ലാ തെറ്റായ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വിടുവിക്കപ്പെടേണ്ടതിനും ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ നിന്റെ പ്രകാശത്തിൽ പ്രകാശം കാണുകയും നിന്റെ നേരെയുള്ള പാതയിൽ നിന്ന് ഞങ്ങൾ ഇടറിപ്പോകാതിരിക്കുകയും ചെയ്യുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നുറുങ്ങിയ ഹൃദയമുള്ളവരെ അവൻ കടാക്ഷിക്കുന്നു, അവരുടെ രോഗമൊക്കെയും സൗഖ്യമാക്കുന്നു. ജീവന്റെയും ആരോഗ്യത്തിൻ്റെയും ദാതാവായ സർവശക്തനായ പിതാവേ, സകല രോഗികളെയും ദുഃഖിതരെയും കരുണയോടെ ദർശിക്കണമേ. തിരുവിഷ്ടമായാൽ അവർ ശരീരത്തിലും ആത്മാവിലും സൗഖ്യം പ്രാപിച്ച് വിശുദ്ധ സഭയിൽ നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം അവരെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും അനുഗ്രഹിക്കണമെന്ന് യേശു മിശിഹാ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. ദൂരസ്ഥരായി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളിൽ നിന്ന് ദൂരെ ഇരിക്കുന്ന എല്ലാവരെയും നിന്റെ കരുണയുള്ള സംരക്ഷണയിലും കാവലും ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. നിന്നോടുള്ള സംസർഗത്തിൽ ഞങ്ങൾ സമീപസ്ഥരാകുന്നുവല്ലോ. തിരക്കൂട്ടായ്മ അകന്നിരിപ്പാൻ അവരെ സമ്മതിക്കരുതേ. ധന്യവും പരിശുദ്ധവുമായ തിരുസംസർഗത്തിൽ ഞങ്ങളെയും അവരെയും കാത്തുകൊള്ളണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ജന്മനാൾ കൊണ്ടാടുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സർവശക്തന് നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ നാളുകൾ പെരുകുന്നത് നിന്റെ കൃപ കൊണ്ട് മാത്രമാകുന്നുവല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടി എല്ലാവരെയും ഞങ്ങൾ തിരുമുമ്പിൽ ഓർക്കുന്നു. വേറെ ഒരാണ്ടിൻ്റെ ആരംഭത്തിലേക്ക് നീ അവരെ സുഖത്തോടും സമാധാനത്തോടും കൊണ്ടുവന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലത്തെ അവരുടെ പാവങ്ങളെല്ലാം അവരോട് ക്ഷമിച്ച് അവരുടെ ആയുസ്സിൻ്റെ എല്ലാ നാളും അവരോട് കൂടെ ഇരിക്കണമേ. തിരുകൃപാപ്രകാശത്തിൽ അവരെ നടത്തുകയും മഹത്വരാജ്യത്തിനായി അവരെ ഒരുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. കർത്താവ്, ഇന്ത്യ രാജ്യത്തെ കരുണയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ രാജ്യത്തുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് രാജ്യത്തിൻ്റെ ഭാരങ്ങളെ വഹിക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് ഞങ്ങളിൽ നിന്ന് സകല ഭിന്നതകളെയും ശണ്ടകളെയും നീക്കിക്കളയണമേ. രാജ്യത്തിൻ്റെ ക്ഷേമത്തിനായി ഓരോരുത്തരിൽ നിന്ന് ആവശ്യപ്പെടുന്ന സേവനം തങ്ങളുടെ പ്രാപ്തിക്കനുസരണമായി ചെയ്യുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. പൊതു ആവശ്യ നിവൃത്തിക്കായി സകലവിധ സ്വാർത്ഥപരമായ നാസ്തയെ ഞങ്ങളിൽ ഇല്ലാതെയാക്കണമേ. ദർശനമില്ലാതിരിക്കുന്നിടത്ത് ജനങ്ങളും രാഷ്ട്രങ്ങളും നശിക്കുന്നതുകൊണ്ട് നിന്റെ സത്യത്തെയും നീതിയെയും കുറിച്ചുള്ള ദർശനം ഞങ്ങൾക്ക് നൽകണമേ. ഈ രാജ്യത്ത് അധികാരം വഹിക്കുന്ന എല്ലാവരും നേരായും പക്ഷപാതം കൂടാതെ ന്യായത്തെ നടത്തിപ്പാനായിട്ട് അവർക്ക് വേണ്ട ജ്ഞാനവും പരമാർത്ഥതയും നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രത്യേകം അപേക്ഷിക്കുന്നു. പിതാവേ, നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹാ മൂലം ഇതിനെ നൽകണമേ. ആമേൻ. ദക്ഷിണേന്ത്യാ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. പെന്തക്കോസ്ത് നാളിൽ പ്രത്യാശയോടും ഐക്യത്തോടും കാത്തിരുന്ന സഭയ്ക്ക് നിന്റെ പരിശുദ്ധാത്മദാനത്തെ നൽകിയ ദൈവമേ, ഇവിടെ നിന്നെ ആരാധിക്കുന്നവരായ ഞങ്ങളെ അത്ഭുതകരമായ വിധത്തിലേക്ക് ആ തൊഴുത്തിലേക്ക് നീ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നിൽ നിന്ന് ഞങ്ങൾ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിപ്പാനും നിനക്കായി വലിയ കാര്യങ്ങൾ ഉദ്യമിപ്പാനും തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിലും ആരാധനയിലും ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നിന്നിൽ ഒന്നായി തീർന്നിട്ട് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ അയച്ചുവെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കൃപ ചെയ്യണമേ. അവന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2020 ജൂൺ മാസം, ഒരു മാസക്കാലം നമ്മെ കർത്താവ് കാത്തു പരിപാലിച്ചു. നമ്മെ വിട്ടുപോയ മാസങ്ങളിലൊക്കെ അത്ഭുതകരമായി നമ്മെ നടത്തിയ ദൈവതങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പകർച്ചവ്യാധിയുടെ പ്രയാസം അനുഭവിക്കുന്ന ദേശങ്ങളിൽ ആവശ്യമായ വിടുതൽ കർത്താവ് നൽകേണ്ടതിന് വേണ്ടി നമുക്ക് ആശ്വാസദായകനായ ദൈവത്തോട് ഏറ്റവും വിനയമായി സഭയായി അപേക്ഷിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ ഓർക്കാം, നമ്മുടെ ചുറ്റുപാടുകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഗവൺമെൻറ് ആരോഗ്യ പ്രവർത്തകരെയും
ഇതിൻ്റെ വ്യാപനത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും പ്രവർത്തിക്കുന്നവരെയൊക്കെ നമുക്ക് ഓർക്കാം. കേരളത്തിൽ പ്രത്യേകിച്ച് ഈ വ്യാപനം വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള നാളുകളിൽ കർത്താവിൻ്റെ ആശ്വാസ സംരക്ഷണവും നൽകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിദേശത്തുള്ള നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളെയും ഇവിടെ പാർക്കുന്ന പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. വിദേശ രാജ്യങ്ങളിൽ പ്രയാസങ്ങളിൽ നിന്നുള്ള വിടുതലോടുകൂടെ ആയിരിക്കുന്ന ഭവനങ്ങളിൽ, ജോലി സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം കാത്തു സൂക്ഷിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ ജോലിയുടെ സമ്മർദ്ദം നേരിടുന്നവർ, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ ജീവിതാവസ്ഥയിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നമുക്ക് ആശ്വാസത്തിനും സമാധാനത്തിനും വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സഭയും ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. രോഗത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവരെ, വാർദ്ധക്യത്തിൻ്റെ ക്ഷീണം അനുഭവിക്കുന്നവരെ, ഭവനങ്ങളിൽ വിശ്രമിക്കുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്വാസദായകനായ ദൈവം അത്ഭുതകരമായി നടത്തേണ്ടതിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. ദിനംതോറും ദൈവം നമ്മെ നടത്തുകയും പുലർത്തുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യാം. ആരോഗ്യത്തോടും ബലത്തോടും വിദേശത്തായിരിക്കാൻ നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ ശുശ്രൂഷകളെ, ആത്മീയ ഭൗതിക ശുശ്രൂഷകളെ ഓർക്കാം. സംഘടനകളെയും പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാം. ആരാധനാ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദേവാലയത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടുള്ള ഈ സമയത്ത് അത് സമയബന്ധിതമായി പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദൈവം വഴി തുറന്ന് നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നേതൃത്വം നൽകുന്ന ബിൽഡിംഗ് കമ്മിറ്റി, ചർച്ച് കമ്മിറ്റി അംഗങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. ദൈവം അത്ഭുതകരമായി പൂർത്തീകരിപ്പാൻ തക്കവണ്ണം സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും നമുക്ക് ഓർക്കാം. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ നാളുകളാക്കി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കാം. അടുത്ത ഏതാനും ദിവസങ്ങൾക്ക് ശേഷം റിസൾട്ട് വരുന്നതായിട്ടുള്ള 10th റിസൾട്ടൊക്കെ അറിയുവാനായിട്ട് ഒരുങ്ങുന്ന ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉന്നതമായ വിജയം നൽകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എല്ലാ ആവശ്യങ്ങളിലിരിക്കുന്നവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്തെ ദൈവം കാത്തു സൂക്ഷിക്കണമേ. അയൽവാസികൾ, ചുറ്റുപാടുമുള്ളവരെയൊക്കെ ആരോഗ്യത്തോടും ബലത്തോടും ദൈവം സൂക്ഷിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകയെ ഓർക്കാം. അധ്യക്ഷൻ തിരുമേനി ഓർക്കാം. ആരോഗ്യവും ബലവും നൽകണമെന്ന് വേണ്ടി പ്രാർത്ഥിക്കാം. പട്ടക്കാരെയും സഭാ ശുശ്രൂഷകരെയും മിഷൻ വയൽ പ്രദേശങ്ങളെയും അവിടെ സേവനം ചെയ്യുന്ന പട്ടക്കാരെയും മിഷണറിമാരെയും ഒക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന ഉപയോഗിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് ചൊല്ലാം പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണയെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടറിവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളണമേ. ആമേൻ. നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയ പിതാവായ ദൈവത്തിനും നമ്മെയും സകല മനുഷ്യജാതിയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവമഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.